നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതല്ല, നീ എന്തും ജോലിക്ക് ശ്രമിക്കുന്ന കാര്യം ബാനുമ പറയുന്നത് കേട്ടു. ശരിയായോ? ഇല്ല ആന്റി, അതിന്റെ ചില ഓട്ടങ്ങളില്ല. നല്ലൊരു ജോലിയായിരുന്നു, കിട്ടിയാൽ രക്ഷപ്പെടും. നിനക്കിനി കളക്ടർ ജോലി കിട്ടിയാലും ചീരു നിന്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ ഇപ്പൊ വലിയ തറവാട്ടിലെ തമ്പുരാട്ടിമാരായില്ലേ, കല്യാശ്ശേരി തറവാട്ടിലെ തമ്പുരാട്ടിമാര്. നീ അതൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ആ അമ്മയുടെ തറവാട് അവർക്ക് കിട്ടിയതും എല്ലാവരും ഇപ്പൊ അവിടെയാണ് താമസം എന്നൊക്കെ അറിഞ്ഞത്. അതെ, മക്കളുടെ അഹങ്കാരം സഹിക്കു വയ്യാതെ അനന്തമാഷ് നാട് വിട്ടു പോയ കാര്യം അറിഞ്ഞോ? നാട് വിട്ടു പോയതല്ലോ, അദ്ദേഹം എന്തോ യാത്ര പോയതാണെന്നാ രഘുവേട്ടനോട് പറഞ്ഞു. ഓ, രഘു അങ്ങനെയല്ലേ പറയൂ വിനയ. അവന്റെ ഉദ്ദേശം ഒറ്റയ്ക്ക് തറവാട് സ്വന്തമാക്കണമെന്ന്. അതിന് അനന്തമാഷ് ഇവിടെ ഇല്ലാതിരിക്കുന്നതാ അവനെ സംബന്ധിച്ച് കൂടുതൽ സൗകര്യം. രഘുവേട്ടൻ എങ്ങനെയാ ആന്റി കല്യാശ്ശേരി തറവാട് സ്വന്തമാക്കാൻ പറ്റുന്നത്? അനന്തമാഷിന്റെ മക്കൾക്ക് മാത്രമല്ലേ അവിടെ അവകാശം കാണൂ. അതത്ര തന്നെ ഉള്ളൂ. നിനക്കും ഇന്ദ്രനും ശബരിക്കും ഒക്കെ ഉള്ള അവകാശം തന്നെ അവനും ആ തറവാടിന്റെ കാര്യത്തിലുള്ളൂ. അതായത് ഭാര്യമാരുടെ സ്വത്തെന്നുള്ള അവകാശം. പക്ഷേ ഇപ്പൊ ആ സ്വത്ത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അവൻ ഒറ്റയ്ക്കല്ലേ? ഇപ്പൊ തന്നെ അവിടെ നിന്ന് കിട്ടിയ ഷെയറിൽ നിന്ന് 25 ലക്ഷം രൂപ എടുത്താ അനന്തമാഷ് രഘുവിന്റെ കടം വീട്ടിയത്. അതുപോലെ ഇനി അവിടെ എന്തൊക്കെ നടക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. വിട്ടു കൊടുക്കരുത് വിനയ. നിനക്കേ 2 പെൺകുട്ടികൾ ഉള്ളതാ. പോരാത്തതിന് ചീരു വീണ്ടും ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും കൂടി പോകണം. അവർക്ക് അവകാശപ്പെട്ട സ്വത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും വേറൊരാളെ കൈക്കലാക്കാൻ പാടില്ല. എടാ, അത് തടയാനുള്ള അവകാശം നിനക്കൊണ്ട് വിനയ. അതൊക്കെ ശരിയാ ആന്റി, പക്ഷേ രഘുവേട്ടൻ സ്വത്ത് കൈക്കലാക്കാൻ അന്യായമായി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ ഇതുവരെ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാനേ നോക്കിയിട്ടുള്ളൂ. പിന്നെ ഒരു ജോലിയും കൂലി ഇല്ലാത്തവനല്ലേ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാൻ നോക്കുന്നത്? ആ കുടുംബത്തോട് ഒട്ടി നിന്നേ അവൻ ജീവിക്കുന്നു എന്ന് പറ. അല്ല, ഞാൻ നിനക്കൊരു സൂചന തന്നേ ഉള്ളൂ വിനയ. ഇപ്പൊ സൂക്ഷിച്ച പലതും കൈവിട്ട് പോവാതെ നോക്കാം. നീയും ചീരും ഡിവോഴ്സ് ഒന്നും ആയില്ലല്ലോ. അപ്പൊ ഭാര്യയുടെ സ്വത്തിന്റെ കണക്ക് ചോദിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. ഏയ്, ചീരുവിന്റെ സമ്മതമില്ലാതെ എനിക്കതിൽ ഇടപെടാനൊന്നും പറ്റില്ല. അവളാണെങ്കിൽ എന്നെ അങ്ങോട്ട് അടുപ്പിക്കുക പോലും. ഇന്ദ്രനും ശബരിക്കൊക്കെ എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് പോകാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും പറ്റും. ആന്റി ഇതൊന്നും അവരോട് പറഞ്ഞില്ല. അവന്മാര് 2 പേരും പെങ്കോന്തന്മാരാണെന്നേ, ഭാര്യമാരുടെ താളത്തിനൊത്ത് തുള്ളുന്നവന്മാര്. അപ്പൊ പിന്നെ രഘുവിനെ പിണക്കാൻ അവന്മാർക്ക് എങ്ങനെ ധൈര്യം കാണും? രഘുവേട്ടനെ പിണക്കാൻ എനിക്കും ധൈര്യമില്ല. ഇപ്പോ ഞങ്ങൾ തമ്മിൽ നല്ല ടേംസില്ല. വെറുതെ എന്തിനാ അത് ഇല്ലാതാക്കുന്നത്? എന്നാ ഞാൻ പോട്ടെ, അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ശരി പിന്നെ, വെറുതെ നിന്റെ എന്റെ സമയം കളഞ്ഞു. ശരി.